അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സദസ്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂലൈ 30 പുലർച്ചെ ഒരു ഭീകര ശബ്ദത്തിനൊപ്പം മഹാദുരന്തം ഒഴുകിയെത്തിയപ്പോൾ ഒട്ടേറെ നിലവിളികൾ പാതിയിൽ നിലച്ചു. നിലവിളിയോടെ രക്ഷപ്പെട്ടോടിയവരിൽ ബാക്കിയായ തേങ്ങലുകൾ താൽക്കാലിക വീടുകളിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നു. വെള്ളത്തിലും ചളിയിലും പൂണ്ട് അനേകം ഉയരുകൾ ഛിന്ന ഭിന്നമായി കിലോമീറ്ററുകളോളം ദൂരെ നിലമ്പൂർ ചാലിയാറിലെത്തി നിന്നു. വയനാട് മേപ്പാടിക്കടുത്ത് 2 ഗ്രാമങ്ങളെ തുളച്ചു നീക്കിയ കേരളം കണ്ട ഏറ്റവും ഭീകര ഉരുൾ ദുരന്തം വിതച്ച മരണത്തിന്റെ മണം ഒരു മാസം പിന്നിടുമ്പോഴേക്കും മാറിയിട്ടില്ല. തേയിലക്കുന്നുകൾക്കിടയിലെ ഹൃദയം തുളുമ്പുന്ന സുന്ദര ഗ്രാമമായിരുന്നു മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും. ഉച്ചനേരത്ത് പോലും കോട പെയ്യുന്ന വൈകുന്നേരം 4 മണി ആകുമ്പോഴേക്കും ഇരട്ടിത്തുടങ്ങുന്ന ഇടം, സ്നേഹത്തോടെ കഴിയുന്ന കുറെ മനുഷ്യരുള്ള ഗ്രാമം. ചൂരൽ മലപാലം കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ അട്ടമലയും വലത്തോട്ട് തിരിഞ്ഞാൽ മുണ്ടക്കൈയിലേക്കുമാണ് എത്തുക. 1000ഓളം ഏക്കറുള്ള തേയിലത്തോട്ടത്തിലെ ജീവിതത്തിനപ്പുറം ഫലഭൂയിഷ്ടമായ മണ്ണിൽ കാപ്പിയും കുരുമുളകും ഏലവും കാർഷിക മേഖലയെ സജീവമാക്കി. ഇതെല്ലാമാണ് ഒറ്റ രാത്രി കൊണ്ട് നിഷ്പ്രഭമായി പോയത്. 40 വർഷം മുമ്പ് ജൂലൈ 1 മുണ്ടക്കൈയിൽ ഉരുൾ ദുരന്തമുണ്ടായിരുന്നു. അന്ന് 14 പേരാണ് മരിച്ചത്. 2019 ഓഗസ്റ്റ് 8 2 കിലോമീറ്റർ അകലെ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ 17 പേർ മരണപ്പെട്ടു. പുത്തുമലയുടെ മറുകുന്നായ മലപ്പുറം കവളപ്പാറയിൽ 2019 ഓഗസ്റ്റ് 8 ഉരുൾപൊട്ടി 57 ജീവനുകൾ പൊലിഞ്ഞു. 2020 ഓഗസ്റ്റ് 7 മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയെങ്കിലും ആളപായമുണ്ടായില്ല. ഇനി ദുരന്തം ഇല്ലാതാക്കിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ പൂർണ്ണമായും ഉരുൾപൊട്ടൽ ബാധിച്ചു. 1721 വീടുകളിലായി 4833 പേർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. 500-ലധികം മരണം, 200-ലധികം കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ, 183 വീടുകൾ പൂർണ്ണമായും 170 വീടുകൾ ഭാഗികമായും തകർന്നു. 4 പാലങ്ങൾ, 209 കടകൾ, 100 മറ്റ് കെട്ടിടങ്ങൾ, 2 സ്കൂളുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, 1.5 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ, വൈദ്യുതി ലൈനുകൾ, 626 ഹെക്ടർ കൃഷിഭൂമി. ആകെ മൊത്തം 1200 കോടി രൂപയുടെ നഷ്ടം. ഇങ്ങനെ നീളുന്ന ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങൾ. നമ്മുടെയെല്ലാം കാൽപ്പനിക കൗതുകമായ വയനാടൻ മലകൾക്ക് കീഴിൽ തളിർത്തു വളർന്നിരുന്ന അനേകം മനുഷ്യരും അവരുടേതായിരുന്ന തായ്വാരങ്ങളും ഒരു രാത്രിയുടെ ഇരുണ്ട യാമത്തിൽ ഒലിച്ചുപോയി. ഒരു കഞ്ഞിക്കലം പോലും ബാക്കി വെക്കാതെ ഉരുൾ ദുരന്തം വടിച്ചെടുത്ത മുണ്ടക്കൈയും ചൂരൽമലയും ഇന്ന് അവശേഷിക്കുന്നത് നാടിന്റെ കണ്ണീർ കനവിൽ മാത്രം. എങ്കിലും ആ മണ്ണ് തിരിച്ചു വരണം, ഉയർത്തെഴുന്നേൽക്കണം. ആ ഉയർത്തെഴുന്നേൽപ്പിനായി നമുക്കും കൈകോർക്കാം. സിറാജുൽ ഇസ്ലാം മദ്രസയുടെ നബിദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മത്സര പരിപാടിയിൽ നമുക്കും അവർക്കായി കൈകോർക്കാം. മരണപ്പെട്ട വിശ്വാസികൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ. ദുരിതം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സഹായവും സംരക്ഷണവും നൽകട്ടെ. നമ്മയും നമ്മുടെ നാടുകളെയും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.